ഹായ് ഓൾ. എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പണത്തെ ആകർഷിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് ഞാനിവിടെ ചർച്ച ചെയ്യുന്നത്. പണത്തെക്കുറിച്ചുള്ള നെഗറ്റീവ് ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരാറുണ്ടോ എങ്കിൽ അറിയുക, നമ്മുടെ ഉള്ളിൽ പണത്തെക്കുറിച്ച് കാലങ്ങളായുള്ള നെഗറ്റീവ് വിശ്വാസങ്ങളിൽ നിന്നാണ് ഈ ബോധ്യങ്ങൾ വരുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമ്പത്ത് കടന്നു വരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യമായി മാറ്റേണ്ടത് ഇത്തരം വിശ്വാസങ്ങളാണ്. പണം എന്നത് നമ്മുടെ കയ്യിലുള്ള കറൻസിയോ മറ്റു വസ്തുവകകളോ അല്ല, അതൊരു ഊർജമാണ്. വൈദ്യുതി പോലെ അതിനെ നമുക്ക് കാണാൻ കഴിയില്ല, പക്ഷേ അത് അനുഭവിക്കാൻ സാധിക്കും. ഇത്തരത്തിൽ ലോകത്ത് നിലനിൽക്കുന്ന എല്ലാം ഊർജത്തിൻ്റെ പല രൂപങ്ങളാണ്. എല്ലാറ്റിൻ്റെയും ഉള്ളിൽ ആറ്റമാണെന്ന് നമുക്കറിയാം. ആ ആറ്റം ഊർജമാണ്. പണം ഊർജമായത് കൊണ്ട് തന്നെ 1 രൂപ നാണയമാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ പോലും അതിന് അതിൻ്റേതായ മൂല്യമുണ്ടെന്ന് മനസ്സിലാക്കുകയും അതിനെ ബഹുമാനിക്കുകയും ചെയ്യുക. സമ്പത്തും ദാരിദ്ര്യവുമെല്ലാം നമ്മുടെ മനസ്സിലാണ് ഉള്ളതെന്ന് അടിയുറച്ച് വിശ്വസിക്കുക. മനസ്സിൽ സമ്പത്ത് വരുന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും നിറയും. ജീവിതശൈലി മാറുന്നു. സമൂഹത്തിൽ നമുക്ക് മതിപ്പ് കൂടുന്നു. ഉള്ളിലുള്ള നെഗറ്റീവ് വിശ്വാസങ്ങൾ മാറ്റിയെടുത്തുകൊണ്ട് പണത്തെക്കുറിച്ചുള്ള ശരിയായ ബ്ലൂ പ്രിൻ്റ് സൃഷ്ടിക്കുകയാണ് അടുത്തതായി ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ നാം ആഗ്രഹിക്കുന്ന സമ്പത്ത് നമ്മിലേക്ക് ആകർഷിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ പണത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന എന്നാൽ ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ളതുമായ ഒരു കാര്യമാണ് പണം. അതേസമയം തന്നെ ചിലരുടെ ജീവിതത്തിലേക്ക് പണം സമൃദ്ധമായി ഒഴുകുന്നു. ഇതിന് ആദ്യമായി വേണ്ടത് നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ, അതായത് വെൽത്ത് ഗോൾസ് നിർണ്ണയിക്കുക എന്നതാണ്. പണത്തെക്കുറിച്ച് നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും നെഗറ്റീവ് വിശ്വാസങ്ങളുണ്ടെങ്കിൽ അതിൽ മാറ്റം വരുത്തിക്കൊണ്ട് ആ ഗോളിലേക്ക് എത്താൻ ആത്മാർത്ഥമായി പരിശ്രമിച്ചു നോക്കൂ. ആഗ്രഹിക്കുന്ന അത്രയും പണം നിങ്ങളിലേക്ക് വരുന്നതായി കാണാം. പണത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് പൂർണ്ണ വിശ്വാസത്തോടെ സമ്പത്തിലും സമൃദ്ധിയിലും ഫോക്കസ് ചെയ്യണം. അതിനു പകരം എൻ്റെ കയ്യിൽ പണം ഇരിക്കില്ല, ചിലവായി പോകും, ഒരുപാട് പണം തെറ്റിലേക്ക് നയിക്കും, നേരായ വഴിയിലൂടെ പണമുണ്ടാക്കാൻ എനിക്ക് കഴിയില്ല തുടങ്ങിയ നെഗറ്റീവ് വിശ്വാസങ്ങളെല്ലാം മനസ്സിൽ നിന്ന് നിങ്ങൾ പിഴുതെറിയണം. ഈ രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ പണം നിങ്ങളിൽ നിന്ന് അകലാൻ തുടങ്ങും. എൻ്റെ കയ്യിൽ ഇല്ല ഇല്ല എന്നുള്ള അഫർമേഷൻ നിരന്തരം നിങ്ങൾ പറയുമ്പോൾ ഒന്നും നിങ്ങളിലേക്ക് വരുന്നില്ല. ആവശ്യത്തിന് പണമില്ലാത്ത അവസ്ഥ നിങ്ങളെ വേട്ടയാടും. എപ്പോഴും ഇങ്ങനെ പറയേണ്ട സാഹചര്യത്തിൽ ജീവിതത്തിൽ വന്നുകൊണ്ട് ഇരിക്കും. പകരം എന്താണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്? എനിക്ക് ആവശ്യമുള്ള സമ്പത്ത് എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ട് എന്ന് പൂർണ്ണ വിശ്വാസത്തോടെ മനസ്സിൽ പലതവണ ആവർത്തിച്ചു കൊണ്ടിരിക്കുക. അഫർമേഷനുകൾ, അതായത് ആവർത്തിച്ച് പറയുന്ന വാക്കുകളെയാണ് അഫർമേഷൻസുകൾ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ അവ നാം ആവർത്തിച്ചു കൊണ്ടേയിരിക്കണം. നാം ജീവിക്കുന്ന പ്രപഞ്ചത്തിലെ സമൃദ്ധി നമ്മുടെ മനസ്സിനുള്ളിലും നിറയണം. ശരിയായ ബോധ്യത്തോടെ അഫർമേഷൻസ് ആവർത്തിക്കുക. അതിന് പ്രധാനമായി വേണ്ടത് നിങ്ങൾ പറയുന്ന വാക്കുകളിൽ നിങ്ങൾ തന്നെ വിശ്വസിക്കുക എന്നതാണ്. ബിലീവ് ഇൻ യുവർ സെൽഫ്. ശരിയായ ബോധ്യത്തോടെ പറഞ്ഞാൽ മാത്രമേ നമ്മുടെ ഉപബോധ മനസ്സ് അതിനെ സ്വീകരിച്ച് നടപ്പാക്കൂ. നമ്മോട് തന്നെ കള്ളം പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഫലം നമുക്ക് ലഭിക്കില്ല. നിങ്ങളിപ്പോൾ സാമ്പത്തിക ലക്ഷ്യങ്ങൾ, അതായത് വെൽത്ത് ഗോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഈ വർഷം അവസാനിക്കുമ്പോൾ ഒരു 10 ലക്ഷം ബാങ്ക് ബാലൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ വെൽത്ത് ഗോൾ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഒരിക്കലും 10 ലക്ഷം എന്ന ആ സംഖ്യയിൽ ആയിരിക്കരുത് ഫോക്കസ് കൊടുക്കേണ്ടത്. അത് തെറ്റായ രീതിയാണ്. പകരം ഈ 10 ലക്ഷം നിങ്ങൾക്ക് ലഭിച്ചാൽ ആ പണം കൊണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതാണ് വിഷ്വലൈസ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഇഷ്ടവാഹനം വാങ്ങുന്നു, കുടുംബവുമൊത്ത് കൂടുതൽ മെച്ചപ്പെട്ട ജീവിതശൈലി നിങ്ങൾ ജീവിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായി യാത്ര പോകുന്നു. ഇത്തരത്തിലാണ് വിഷ്വലൈസ് ചെയ്യേണ്ടത്. വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഇതെങ്ങനെ സാധ്യമാകുന്ന രീതിയിലുള്ള ആശങ്കകളൊന്നും തന്നെ പാടില്ല. പകരം ആ പണം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിക്കഴിഞ്ഞു, ആ ഫീലിങ്ങിൽ നിങ്ങൾ ഇരിക്കുക. അത് ചെലവാക്കേണ്ട വിധം പ്ലാൻ ചെയ്യുന്ന രീതിയിൽ മാത്രം വിഷ്വലൈസ് ചെയ്യുക. അടുത്തതായി, പണം ഒഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിന് മൂല്യം കൂടുന്നത്. ഒന്നും ചെയ്യാതെ വെറുതെ സൂക്ഷിച്ചു വെക്കുമ്പോൾ അതിന് പഴയ പത്രക്കടലാസിൻ്റെ വില മാത്രമേ ഉള്ളൂ. വെറുതെ ചിലവാക്കി കളയണം എന്നല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് പണം ലഭിച്ചു കഴിഞ്ഞാൽ ഉചിതമായ രീതിയിൽ മൂല്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അത് വിനിയോഗിക്കുക. പണം എങ്ങനെ ബുദ്ധിപരമായി വിനിയോഗിക്കണമെന്ന് വരും അധ്യായങ്ങളിൽ ഞാൻ വിശദീകരിക്കാം.
അതായത് അഫർമേഷൻസ് എങ്ങനെ പറയാമെന്നുള്ളതിനെക്കുറിച്ച് കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നതാണ്. ആദ്യമായി ഞാൻ പറയുന്ന അഫർമേഷൻസ് ഒരു തവണ കേട്ട ശേഷം ബുക്കിൽ എഴുതി വയ്ക്കുക. ഞാൻ പണത്തെ സ്നേഹിക്കുന്നു. ഞാൻ പണത്തെ സ്നേഹിക്കുന്നു. പണം എന്നെയും സ്നേഹിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ചെറുപുഞ്ചിരിയോടെ നെഞ്ചിൽ കൈവച്ച് 3 തവണ നന്ദി പറയുക. യെസ് യെസ് എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി നന്ദി എന്ന് പറയുക. ഈ അഫർമേഷൻസ് പറഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ ഒരു ദിവസം തന്നെ തുടങ്ങേണ്ടത്. രാവിലെ എഴുന്നേറ്റ ഉടനെയും രാത്രി കിടക്കുന്നതിന് മുമ്പ് ഈ അഫർമേഷൻസ് നിർബന്ധമായും ആവർത്തിക്കുക. ഒരു തത്തയെ പോലെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, ആവർത്തിച്ചു കൊണ്ടിരിക്കുക. നമ്മളുടെ ഉപബോധ മനസ്സ് അത് നമ്മിലേക്ക് എത്തിച്ചു തന്നിരിക്കും. ഒരു ദിവസം പോലും വിട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ അഫർമേഷൻസ് പറയുന്നതിനൊപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന സമ്പത്ത് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് വികാരമാണ് മനസ്സിലും ശരീരത്തിലും നമ്മുടെ ലൈഫ് സ്റ്റൈലിലും ഉണ്ടാകുന്നത്, ആ വികാരം ഭാവനയിൽ നാം അനുഭവിക്കുക. ഇങ്ങനെ തുടർച്ചയായി ചെയ്യുമ്പോൾ ജീവിതത്തിൽ സാമ്പത്തിക നേട്ടങ്ങൾ ഓരോന്നായി തുറന്നു വരുന്നതായി നമുക്ക് കാണാം. അടുത്തതായി ടോണി റോബിൻസിൻ്റെ വാക്കുകൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നാം നിരന്തരം ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത്, അല്ലാതെ ഒരു പ്രാവശ്യം ചെയ്യുന്ന കാര്യങ്ങളല്ല. ശരിയായ ദിശയിലേക്ക് ജീവിതത്തിലെ കൊണ്ടുപോകുന്നതിന് നമ്മുടെ നിരന്തരമായ പ്രവൃത്തികളുടെ നിയന്ത്രണം നാം ഏറ്റെടുക്കണം. അതിലൂടെ നമ്മുടെ വിധിയെ ഇഷ്ടമുള്ള രീതിയിലേക്ക് രൂപപ്പെടുത്താനാകും എന്നാണ് ടോണി റോബിൻസ് എഴുതിയ അവേക്കൺ ദി ജയന്റ് വിത്തിൻ എന്ന പുസ്തകത്തിൽ പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക. നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്സുകളും എങ്ങനെയാണ് നമ്മുടെ ഉപബോധ മനസ്സ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതും അതിൻ്റെ അത്ഭുതകരമായ ശക്തിയെക്കുറിച്ചുമാണ് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ബൈ ബൈ, ടേക്ക് കെയർ.